ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് ആണ് കേട്ടോ. കാരണം ഇത് നല്ല ടേസ്റ്റാണ് കാണാനും, നമുക്ക് അത് അവരുണ്ടാക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്ത് പറ്റി, ഏതാണ്, എങ്ങനെയാണ് നോക്കുക ഒന്ന് നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരും ഇത് ഉണ്ടാക്കി നോക്കാനിങ്ങനെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യക്ക് തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇതേ കൈ വെച്ചിട്ട് ആദ്യം നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ടൈറ്റിലാണ് കേട്ടോ നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസാക്കിയിട്ട് വെള്ളം പോലെ അങ്ങനെയൊന്നും നമുക്ക് കുഴക്കാൻ പറ്റില്ല. ഭയങ്കര ടൈറ്റിൽ നമ്മൾ കുഴച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മളിതേ കുറച്ച് സവോളയും തക്കാളി അതുപോലെ ഒക്കെ കുറേശ്ശെ ഇട്ടാ, കാരണം ഉണ്ടാക്കുന്നതിന് അളവിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു. പിന്നെ എരിവിന് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടും കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടതിൻ്റെ ശേഷം നമ്മളിത് കൈ വെച്ചിട്ട് തന്നെയാണ് നന്നായാണ്ട് കുഴച്ച് സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യക്ക് നമ്മളെ ചപ്പാത്തി മാവില്ലേ അത് ഒന്ന് നോക്കുകയാണ്. നോക്കി നോക്കുമ്പോൾ ഒരു ലേശം ഒരു മയം വന്നിക്കണം കേട്ടോ. കാരണം ഒരു 5-10 മിനിറ്റോളം നമ്മളിത് വെച്ചിട്ടുണ്ടാകും. ഇനി ഇതിങ്ങനെ ഓരോന്ന് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ പരത്തിക്കണം കേട്ടോ. പരത്തിയതിൻ്റെ ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മേലെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചു. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയില്ലേ അത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇത് അവർ ചെയ്ത പോലെ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാ ആദ്യക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല കൂർത്ത പാത്രം വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ ഒരു നമ്മൾക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടണ ആ ഒരു പാത്രം വേണം എടുക്കാൻ. പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തത് നമുക്ക് ഒരു വക്ക് കൂർമ്പിച്ചിട്ടില്ലാത്ത പാത്രം എടുത്ത കാരണമാണ് കേട്ടോ എനിക്കിത് ശരിയായിട്ട് വരാതിരുന്നത്. നിങ്ങൾ കണ്ടു നോക്കി എങ്ങനെയാണ് വന്നത് എന്നൊക്കെ. എന്നിട്ട് ഞാനിത് ആ എണ്ണയിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ എണ്ണയിലിട്ട് അവിടെ കണ്ടില്ലേ ആ മാവൊക്കെ നമ്മളെ പാത്രത്തിലേക്ക് ഇങ്ങനെ പിടിച്ചേക്കണത്. കാരണം ഇതിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ പൊക്കി നോക്കണം. കാരണം അത് എണ്ണയിൽ കിടന്ന കാരണം ഈ പുറം വശം ചൂട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് കിട്ടാണ്ടായപ്പോൾ കത്തി വെച്ചിട്ട് കുത്തി നോക്കി. എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ച് ചൂടാറിയതിൻ്റെ ശേഷം ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഈ പരുവത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടാക്കണം അവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളി. നല്ല കൂർമ്പിച്ച പാത്രം എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ആയി പോയതിൻ്റെ ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സാധനങ്ങളൊക്കെ നാശമായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ ഒരു ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2 മുട്ട അതിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ഉപ്പ് ഇതിന് വേണ്ട പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് അടിച്ചെടുത്തു. പിന്നെ നമ്മൾ ചപ്പാത്തി ആദ്യം ഉണ്ടാക്കിയിലത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഉണ്ടായിരുന്നു, പരത്തിയ ചപ്പാത്തി. അപ്പോൾ അത് ഇതുപോലൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഒരു സൈഡ് കീറിയിട്ടുണ്ട് കണ്ടില്ലേ. കീറിയതിൻ്റെ ശേഷം പിന്നെ ആ മുട്ട മിക്സ് ഇതിൽ കണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിനെ കോൺ ഷേപ്പിലാക്കിയെടുത്തു. ഇതാ ത്രികോണ ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്നിങ്ങനെ ചരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തു. അങ്ങനെ നമ്മൾ വേറൊരു ചപ്പാത്തി ഒരെണ്ണം റെഡിയാക്കി എടുത്തതിന് ശേഷം വേറെ ഒരെണ്ണം ഇട്ടിട്ട് പിന്നെ 2 സൈഡ് ഒന്ന് അങ്ങോട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി നമ്മളിത് നേരത്തെ ചെയ്ത പോലെ മിക്സൊക്കെ റെഡിയാക്കി പിന്നെ അതൊരു ത്രികോണ ഷേപ്പാക്കിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആദ്യമൊന്ന് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ 2-3 വട്ടം നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട്. പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്നൊന്നും വരില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലോപ്പ് ആയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്നാലും നമ്മളത് വെച്ചിട്ട് വേറൊരു ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇത് 4 മണിക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. പലഹാരം എന്ന് പറയുക നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മളെ വീഡിയോ ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.